നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്ന ബികോം ബിരുദധാരികൾക്കുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിലുള്ള ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യയിലെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ബികോം ഡിഗ്രിക്ക് ശേഷം 3 വർഷം പ്രവൃത്തി പരിചയമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അപ്പൊ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കാൻ ശ്രമിക്കുക. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള ജോലിയാണ്. 20 വേക്കൻസികളാണ് ഉള്ളത്. മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇതിന്റെ അഡ്വർടൈസ്മെന്റ് നമ്പർ എന്നുള്ളത് 04/2026 എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ പാർലമെന്റിന്റെ ഒരു ആക്ട് വഴി സ്ഥാപിതമായ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറി ഓഫ് ഇന്ത്യ എന്നുള്ളത്. അത് കേന്ദ്ര സർക്കാരിന്റെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂഡൽഹിയിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെയാണ് ഇപ്പോൾ അവര് ഈ സ്ഥിര നിയമനത്തിന് വേണ്ടി അവരുടെ ഹെഡ് ഓഫീസിലും അതുപോലെ ന്യൂഡൽഹി ഉള്ള ഹെഡ് ഓഫീസിലും മറ്റ് ബ്രാഞ്ചുകളിലെ ചാപ്റ്റർ ഓഫീസുകളിലേക്കുമാണ് ഈ വേക്കൻസികൾ. മുംബൈ, കൊൽക്കത്ത, ഹൈദരാബാദ്, മാനസർ എന്നിവിടങ്ങളിലുള്ള ഓഫീസുകളിലും അതുപോലെ റീജിയണൽ ഓഫീസ് ന്യൂഡൽഹി ഉണ്ട്, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ എന്നീ ഓഫീസുകളിലേക്കുമായിരിക്കും, ചാപ്റ്ററുകളിലേക്കായിരിക്കും ഈ വേക്കൻസികൾ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. പോസ്റ്റിന്റെ പേര് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ പറഞ്ഞിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ 7ാം ശമ്പള കമ്മീഷന്റെ അടിസ്ഥാനത്തിൽ ലെവൽ 4 അപ്പോയിന്റ്മെന്റ്, അതായത് അടിസ്ഥാന ശമ്പളം 25,500 മുതൽ 81,100 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം തന്നെ 50,000 രൂപ അടുത്ത് ലഭിക്കും. 54,000 രൂപ ലഭിക്കുന്നതായിട്ടുള്ള CTC അല്ലെങ്കിൽ പ്രതിവർഷം ആനുവൽ സാലറി കൊണ്ടുള്ള 6.51 lakhs ആണ്. അതായത് പ്രതിമാസം 54,000 കൂടുതൽ ശമ്പളം ലഭിക്കുന്നതായിരിക്കും. ഉയർന്ന പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 35 വയസ്സാണ്. അത് ജൂലൈ 1, 2022 സമയക്കാരെയും കാൽക്കുലേറ്റ് ചെയ്യുക. 20 വേക്കൻസികളാണ് ഉള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് നമ്മൾ ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള തീയതികൾ പറഞ്ഞിട്ടുള്ളത് 2026 ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 12 വരെയാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുള്ളതെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെ ആപ്ലിക്കേഷൻ അയക്കുന്നതിന് ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കുക. അത് നിങ്ങളതിന് ക്വാളിഫിക്കേഷന്, ഏജ് ഒക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എലിജിബിൾ ആണെന്ന കാര്യം മനസ്സിലാക്കുക. അത് തീരുമാനിക്കുന്നത് 1/7/2026 അടിസ്ഥാനമൊക്കെ ആയിരിക്കും ഏജ്, ക്വാളിഫിക്കേഷൻസ് ഒക്കെ തീരുമാനിക്കുക. അപ്പൊ അതിനു മുമ്പ് ഉള്ള ഏജ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മൾ കൗണ്ട് ചെയ്യുക എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. പോസ്റ്റിന്റെ പേര് എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് എന്നുള്ള 20 വേക്കൻസികളാണുള്ളത്. 8 വേക്കൻസി അൺറിസർവ്ഡ്, EWS 2, OBC 5, SC 3, ST 2 അങ്ങനെ 20 വേക്കൻസികളാണുള്ളത്. അത് ICSEയുടെ ചാപ്റ്റർ ഓഫീസുകളിലെ, റീജിയണൽ ഓഫീസുകളിലെ, മറ്റ് ഓഫീസുകളിലെ ക്രോസ് ഇന്ത്യയും ഹെഡ് ക്വാർട്ടേഴ്സിലും ആയിരിക്കും എന്ന് ഓർമ്മിക്കുക. ശമ്പള സ്കെയിലും പറഞ്ഞു 25,500 മുതൽ 81,100 എന്ന സ്കെയിലായിരിക്കും. ആനുവൽ ശമ്പളം 6.51 ലക്ഷമായിരിക്കും. ഏജ് പറഞ്ഞിട്ടുള്ള 35 വയസ്സാണ് വരുന്ന പ്രായപരിധി. വേണ്ട യോഗ്യത ബികോം ആണ് വേണ്ട യോഗ്യത. മിനിമം 3 വർഷത്തെ പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ജോബ് കണ്ടന്റ്സ് പറഞ്ഞിരിക്കുന്ന ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട ഡേ ടു ഡേ അല്ലെങ്കിൽ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുക. മീറ്റിങ്ങിനുള്ള മിനിറ്റ്സ് ഒക്കെ തയ്യാറാക്കുക. ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുക. അതേപോലെ വരുന്ന വൗച്ചറുകളുടെ അതിന്റെ റെസിപ്റ്റ് വൗച്ചറുകളൊക്കെ പരിശോധിക്കുക. മീറ്റിങ്ങിന്റെ മിനിറ്റ്സ് ഒക്കെ തയ്യാറാക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ അതോടൊപ്പം ആവശ്യപ്പെടുന്ന മറ്റ് ജോലികളും ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ജോബ് ഡ്യൂട്ടീസ് ആയിട്ട് അസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എലിജിബിൾ ആയിട്ടുള്ളവർ തീർച്ചയായും നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും നിങ്ങൾ നോക്കുക. അതിൽ നിങ്ങൾ ഫുള്ളി എലിജിബിൾ ആണെന്ന് ആദ്യം ഉറപ്പുവരുത്തിയതിനു ശേഷം അപേക്ഷിക്കുക. അപേക്ഷിക്കുന്ന നിർബന്ധമായിട്ടും വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പർ ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഹോൾ ടിക്കറ്റ് അല്ലെങ്കിൽ എക്സാം സംബന്ധ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കുന്ന ഒരു പക്ഷേ ഇമെയിൽ വഴി ആയിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ റിട്ടേൺ ടെസ്റ്റിന് ശേഷം ആവശ്യപ്പെടുന്ന സമയത്തായിരിക്കും ഹാജരാക്കേണ്ടെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അത്രയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. അംഗീകൃത സർവകലാശാല എന്നുള്ള ബിരുദമായിരിക്കണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മ. ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. റിട്ടേൺ ടെസ്റ്റിനെ കുറിച്ചും പറഞ്ഞിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആയിരിക്കും. ബേസിക് അക്കൗണ്ടിങ്, ജനറൽ ഇംഗ്ലീഷ്, ബേസിക് മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ നോളജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും ഈ പരീക്ഷയ്ക്ക് ഉണ്ടാകുക. അപ്ലൈ ചെയ്യാൻ ലിങ്ക് ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു. ഈ ലിങ്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അവിടെ വെബ്സൈറ്റ് ഞാൻ പറയാം, www.ICS
SI.edu എന്നുള്ളതാണ്. താല്പര്യമുള്ളവർ തീർച്ചയായും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇത്രയും നേരം ഈ വീഡിയോ പൂർണ്ണമായും കണ്ടു രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യും, കൂട്ടുകാർക്കൊക്കെ ഷെയർ കൊടുക്കുകയും ചെയ്യണം. 20 വേക്കൻസികളുണ്ട്. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലാണ്, സ്ഥിര നിയമനമാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. താല്പര്യമുള്ള തീർച്ചയായും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.